അതുപോലെ തന്നെ ഈ തരൂരിൻ്റെ പരാമർശം അതിനെ കോൺഗ്രസ് പാർട്ടി പാടെ എതിർക്കുന്നു, പക്ഷെ അനുകൂലിച്ച് CPI ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എംപിയായ ശശി തരൂർ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രതികരണങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ തോതിലുള്ള ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ള ഒരു കാരണം, അവിടെ കേരളത്തിൽ പ്രതിപക്ഷ നേതാവും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലെ ചിലരും എടുക്കുന്ന നിലപാടിന് വ്യത്യസ്തമാണ് ശശി തരൂരിൻ്റെ പ്രതികരണം. കേരള ഭരണവുമായി ബന്ധപ്പെട്ട് ശശി തരൂർ നടത്തിയിട്ടുള്ള പ്രതികരണം വസ്തുതാപരമാണ്. കേരളം അഭൂതപൂർവമായ വികാസം കൈവരിക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ ഒറ്റപ്പെടുത്തലും ഉപരോധവും ഉണ്ടായിട്ട് പോലും കേരളത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിച്ച് കേരളത്തിൻ്റെ ഭാവിയെ കൂടി കണ്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ കേരള ഗവൺമെൻറ് ഏർപ്പെട്ടിരിക്കുകയാണ്. ഈ മാസം 21, 22 തീയതികളിൽ ഒരു ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് കൊച്ചിയിൽ നടക്കുകയാണ്. ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഗ്രാമീണ മേഖലയിൽ ഒരു 25 കോടിയോ 50 കോടിയോ 100 കോടിയോ മുടക്കാൻ സന്നദ്ധതയുള്ള ആർക്കും ഈ ഗ്ലോബൽ മീറ്റുമായിട്ട് സഹകരിക്കാനുള്ള അവസരമുണ്ട്. പൊതുവെ വ്യവസായങ്ങളെ വികസിപ്പിക്കുക, കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്നുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ ഗവൺമെൻറ് ഇത്തരം ഒരു നിലപാടെടുത്തിട്ടുള്ളത്. കേരളത്തിൽ നിക്ഷേപം വർദ്ധിച്ചു വരുന്നുണ്ട്. നിക്ഷേപം വർദ്ധിപ്പിക്കാൻ സഹായകരമായ നിലപാട് കേരള ഗവൺമെൻറ് സ്വീകരിക്കുകയാണ്. ചെറുകിട സംരംഭങ്ങൾ തന്നെ 3.5 ലക്ഷത്തിലധികം ചെറുകിട സംരംഭങ്ങൾ ഇതിനകം കേരളത്തിൽ ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിരവധി ആളുകൾക്ക് പുതുതായി തൊഴിൽ കൊടുക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഈ സാഹചര്യത്തിലാണ് ശ്രീ ശശി തരൂരിൻ്റെ പ്രതികരണം വന്നത്. അദ്ദേഹം കണക്കുകൾ പരിശോധിച്ച് വസ്തുതകൾ പരിശോധിച്ച് മാതൃഭൂമി പത്രത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ പ്രകടിപ്പിക്കുന്ന ഒരു ലേഖനം വരികയുണ്ടായി. ഇത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെയും ചില കോൺഗ്രസ് നേതാക്കളെയും വല്ലാതെ അലോസരപ്പെടുത്തി. അവർ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രചാരണത്തിന് വിരുദ്ധമായിട്ടാണ് ശശി തരൂരിൻ്റെ ഈ പ്രതികരണം. കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ ഏത് പ്രശ്നമായാലും എത്ര ശരിയാണെങ്കിൽ പോലും അതിനെ തെറ്റായി വിലയിരുത്തി ജനങ്ങളിടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്ന നിലയിലുള്ള പ്രതികരണമാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും നേതൃത്വം പൊതുവെ സ്വീകരിച്ചു വരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്വത്തോടുകൂടി അദ്ദേഹം സമീപനം സ്വീകരിക്കേണ്ടതാണ്. ഈ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ യോജിച്ചു നിൽക്കേണ്ടതാണ്. അതിനുപോലും അദ്ദേഹം തയ്യാറാകുന്നില്ല. ഇപ്പോൾ വയനാട് ദുരന്തത്തിൽ പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് കേരള ബജറ്റിൽ 750 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിൽ ഒരു രൂപ പോലും ഈ കാര്യത്തിൽ വകയിരുത്തുകയോ സഹായിക്കാനോ തയ്യാറായിട്ടില്ല. അത്തരം സാഹചര്യത്തിൽ കേരളം ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉറപ്പ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാമ്പത്തികമായ പ്രയാസങ്ങൾക്കിടയിലും ഇത്തരം ആവശ്യങ്ങൾ കേരളം നിറവേറ്റുകയാണ്. അപ്പോഴാണ് ഈ വികസന കാര്യത്തിൽ കേരളം ഇപ്പം ദേശീയപാതയുടെ വികാസം, മലയോര ഹൈവേ, തീരദേശ ഹൈവേ, അവിടെയുള്ള വൻകിട വൈദ്യുതി ഉൽപ്പാദന കേന്ദ്രങ്ങൾ, ഇതുപോലുള്ള നിരവധി പദ്ധതികൾ കേരള ഗവൺമെൻറ് ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരികയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ പണി പൂർത്തീകരിച്ച് ഇപ്പോൾ വീടുകളിൽ കണക്ഷൻ കൊടുത്തു തുടങ്ങി. പാചകവാതകം ലഭിക്കുന്നതിനുള്ള കണക്ഷൻ, വാട്ടർ കണക്ഷൻ കൊടുക്കുന്നത് പോലെ തന്നെ പാചകവാതക കണക്ഷൻ വീടുകളിൽ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം അവഗണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷ നിലപാട് അവർ പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. കേരള ഗവൺമെൻറ് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കതിനെ തുറന്നെതിർക്കാം, അതിനൊന്നും തർക്കമൊന്നുമില്ല. എന്നാൽ ജനങ്ങൾക്കാകെ ഉപകാരപ്രദമായ കേരളത്തിൻ്റെ ഭാവിക്ക് കൂടി സഹായകരമായ വികസന പ്രവർത്തനങ്ങളെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അതിനെ എതിർക്കുക എന്നുള്ള നിലപാടാണ് പൊതുവെ അത്തരമൊരു ഘട്ടത്തിലാണ് ശശി തരൂർ എന്താണ് കേരളത്തിൻ്റെ വികാസം, കേരളത്തിൻ്റെ വളർച്ച എങ്ങനെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള ചില പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ പറഞ്ഞു, ശശി തരൂർ തന്നെ പറഞ്ഞു, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം വായിച്ചു നോക്കാതെയാണ് ഇതുപോലുള്ള പ്രതികരണം നടത്താൻ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് തയ്യാറാകുന്നത് എന്ന് അദ്ദേഹം തന്നെ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ ശശി തരൂർ സ്വീകരിച്ചിട്ടുള്ള നിലപാട് ശരിയാണ്.
ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടാണ് പ്രതിപക്ഷ നേതാവ് സ്വീകരിക്കുന്നത്. ജനങ്ങൾ ഈ നിലപാടിനെ തിരിച്ചറിയണം എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്.